ഹായ് ഫ്രണ്ട്സ്, മസാല ഫ്ലെയിംസിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വീണ്ടും ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നല്ല എരിവും പുളിയും ഒക്കെയുള്ള ഒരു കറിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. വഴുതന കൊണ്ടുള്ള ഒരു കറിയാണ്, നല്ല ടേസ്റ്റാണ്. അപ്പം നിങ്ങളെല്ലാവരും ഇതുണ്ടാക്കി നോക്കണം. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ തന്നെയാണ് പറയുവാണ്, നിങ്ങളെല്ലാവരും എന്നെ സബ്സ്ക്രൈബ് ചെയ്യണം, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. എല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് ആവശ്യമാണ്. ശരി, നമുക്ക് നമ്മുടെ അടുക്കളയിലേക്ക് പോവാം. വഴുതനങ്ങ കറി ഉണ്ടാക്കാനുള്ള സാധനങ്ങളാണ് ഇവിടെ എടുത്തു വച്ചിരിക്കുന്നത്. 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കായപ്പൊടി, 1 ടീസ്പൂൺ ജീരകപ്പൊടി, പുളി 1 നെല്ലിക്ക വലിപ്പത്തിൽ, എണ്ണ 5 ടേബിൾ സ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്, കടുക് 1/2 ടീസ്പൂൺ, ഇതിലുള്ള 7 വഴുതന നീളത്തിൽ അരിഞ്ഞത്, പകുതി സവാള ചെറുതായിട്ട് അരിഞ്ഞത്, 1 തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത്, 6 ഇതൾ വെളുത്തുള്ളി ചതച്ചത്, ചെറിയൊരു കഷ്ണം ഇഞ്ചി ചതച്ചത്, പച്ചമുളക് നീളത്തിൽ അരിഞ്ഞത് 3 എണ്ണം, കറിവേപ്പില 2-3 തണ്ട്. ഒരു ചട്ടി നമുക്ക് അടുപ്പിലേക്ക് എടുത്തു വെച്ച് അത് നല്ലതുപോലെ ചൂടായി കഴിയുമ്പം അതിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നല്ലതുപോലെ ചൂടായതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വഴുതന കുറേശ്ശെ ഇട്ട് നമുക്ക് വറുത്തെടുക്കാം. എല്ലാം കൂടി ഒന്നിച്ചിട്ട് വറുക്കാൻ പറ്റില്ല, അപ്പം 3-4 പ്രാവശ്യമായിട്ടിട്ട് നമുക്ക് വറുത്തെടുക്കാം. വഴുതനയെല്ലാം വറുത്ത് കോരിയതിന് ശേഷം ആ എണ്ണയിലേക്ക് നമുക്ക് കടുക് പൊട്ടിക്കാം. കടുക് നല്ലതുപോലെ പൊട്ടി തീർന്നതിന് ശേഷം നമുക്ക് ചതച്ച് വച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇഞ്ചിയും ചേർത്ത് കൊടുക്കാം. ഇത് നമുക്ക് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഒന്ന് ചെറുതായിട്ട് വഴറ്റിയാൽ മതി, മൂത്ത് പോകണ്ട. അതിനുശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മസാല ഓരോന്നോട്ടെ ചേർത്ത് കൊടുക്കാം. ആദ്യം നമുക്കതിൽ മല്ലി ചേർക്കാം. മല്ലി ചേർത്ത് ചെറുതായിട്ടൊന്ന് മൂപ്പിക്കാം. ഈ സമയത്ത് നമ്മൾ തീ നല്ലപോലെ കുറച്ച് വെക്കുക, അല്ലെങ്കിൽ നമ്മൾ ചേർക്കുന്ന മല്ലിപ്പൊടിയും മുളക് പൊടിയും എല്ലാം കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. ഇനി നമുക്കിതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അതും ഒന്ന് ജസ്റ്റ് സ്പൂൺ കൊണ്ടൊന്ന് ഇളക്കാം. ആയിട്ടൊന്ന് മൂത്ത് വരുമ്പം ആ മണം വരും, അത് വരുമ്പോൾ കരിയാതെ നോക്കണം. എന്നിട്ട് മൂത്ത് വരുമ്പോൾ നമുക്ക് മഞ്ഞൾപ്പൊടിയും പിന്നെ ജീരകപ്പൊടിയും കായപ്പൊടിയും അത് 3 ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം ചേർത്തതിന് ശേഷം നല്ലതുപോലെ ഇളക്കിയതിന് ശേഷം നമുക്കതിലേക്ക് സവാള അരിഞ്ഞു വെച്ചിരിക്കുന്നത് ചേർത്ത് ഇളക്കാം. അത് നല്ലതുപോലെ സവാള നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പം കുറച്ച് സമയം അത് വഴറ്റാൻ വേണ്ടി വെക്കണം. എന്ന് വെച്ച് മൂത്ത് പോകരുത് സവാള ചെറുതായിട്ടൊന്ന് വഴറ്റിയിട്ട് അതിനകത്തേക്ക് നമുക്ക് പച്ചമുളകും കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഒന്നുകൂടി നമുക്ക് സ്പൂൺ കൊണ്ട് ഇതൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം. നല്ലതുപോലെ അരപ്പും എല്ലാം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് നമ്മൾ പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന പുളി എടുത്ത് ചേർത്ത് കൊടുക്കാം. പുളി ഒഴിച്ച് അത് വീണ്ടും ഒന്നുകൂടി അരപ്പെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് അതിലേക്ക് നമ്മളൊരു 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാരണം കറിക്ക് വേണ്ടുന്ന വെള്ളമാണ് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ആവശ്യമുള്ള വെള്ളം ചേർക്കാം. ഞാനൊരു 1/2 കപ്പ് വെള്ളം, അത് തിക്കായിട്ടാണ് ആ കറി ഇരിക്കുന്നത്, അതുകൊണ്ട് ഒരു 1/2 കപ്പ് വെള്ളം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാൻ 1 ടീസ്പൂൺ ഉപ്പാണ് ഇതിലേക്ക് ചേർത്തിരിക്കുന്നത്. നിങ്ങൾ ഓരോരുത്തരും കുറേശ്ശെ ഇട്ടിട്ട് അവരവരുടെ ആവശ്യം നോക്കി ഇടുന്നതായിരിക്കും നല്ലത്. ഉപ്പ് ചേർത്തതിന് ശേഷം തക്കാളി അരിഞ്ഞു വെച്ചതും കൂടി ചേർക്കുന്നുണ്ട്. അത് ചേർത്തിട്ട് നമുക്ക് മൊത്തത്തിലൊന്ന് നല്ലതുപോലെ ഇളക്കാം. സ്പൂൺ കൊണ്ട് ഇളക്കിയിട്ട് ഇതൊരു 15 മിനിറ്റ് വേഗം വെക്കാം. കറി നല്ലതുപോലെ ഒന്ന് വെന്ത് വരാൻ വെക്കാം. അപ്പോൾ ഒരു 15 മിനിറ്റ് നമുക്ക് ഈ കറിയെ നല്ലതുപോലെ ഒന്ന് വേവിക്കാം. കറി നല്ലതുപോലെ വെന്തതിന് ശേഷം നമുക്ക് അതിലേക്ക് നമ്മൾ വറുത്ത് കോരി വെച്ചിരിക്കുന്ന വഴുതന ചേർത്ത് കൊടുക്കാവുന്നതാണ്. വഴുതന ചേർത്തതിന് ശേഷം നമുക്കൊരു 5 മിനിറ്റ് കൂടി ഈ കറി
വേവിക്കാൻ വെക്കാം. 5 മിനിറ്റും കൂടി ഇരുന്നാൽ മതി. കാരണം വഴുതന വെന്തതാണ് ഓൾറെഡി. അപ്പം നമുക്ക് വീണ്ടും ഒരു 5 മിനിറ്റ് കൂടി ഇത് അരപ്പെല്ലാം മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് വെച്ചിരുന്നാൽ മതി. കറി നല്ലോണം റെഡിയാകും. അപ്പോൾ ഈ 5 മിനിറ്റിന് ശേഷം നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. നല്ല അടിപൊളി ഒരു വഴുതനക്കറിയാണ്, നല്ല ടേസ്റ്റാണ്. അപ്പം നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം.